വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും US ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. നോക്കിയാൽ കാണാം, ഇവിടേക്കൊരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞ് റീടെസ്റ്റ് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി, വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി, വീണ്ടും അവിടെ നിന്ന് വീണ് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് 1-2 തവണ പോയി, വീണ്ടും അതിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇന്ന് പോകുന്ന ക്യാൻഡിൽ അപ്രോച്ച് ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിൻ്റെ മുകളിലൊരു ഇംബാലൻസ് ഉണ്ട്. എനിവേ, ഇത്രയാണ് 1 ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. USDയെ സംബന്ധിച്ച് അഥവാ ഗോൾഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല. എന്നിരുന്നാലും ഗോൾഡിന് അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും വേണമെന്നില്ല മൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നല്ല പ്രൈസ് ആക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് പലതവണ വന്ന് റഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നല്ലൊരു കൺസോളേഷൻ നടന്ന ഏരിയയാണ്. പലതവണ ഈ ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്തും ആ ഏരിയയിൽ റസ്റ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. അപ്പോൾ 4 അവറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഏരിയ എടുക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, അതിൻ്റെ ഉള്ളിൽ റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇംബാലൻസും കൂടി ഉണ്ട്. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 4 അവറിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസ് ഉണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി ഇന്ന് ഓടിക്ക് എത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. നോക്കിയാൽ കാണാം, മാർക്കറ്റ് അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നമ്മൾ നേരത്തെ 4 അവറിൽ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. അവിടേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വീക്ക്നെസ് കാണിച്ച് വീണ്ടും മുകളിലോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ മുകളിലോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ മാർക്കറ്റ് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ എത്തുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കായിരിക്കും. ഈ ഏരിയ വളരെ സ്ട്രോങ് ആണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം ഇവിടെയും വന്ന് മാർക്കറ്റ് 1, 2, 3, 4, 5 ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നൊരു എൻട്രി സാധ്യതയുണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്നൊക്കെ പറയുന്നത് ഇവിടേക്കൊക്കെ ആയിരിക്കാം, ഏറെക്കുറെ ഈ ഒരു പോയിന്റിലേക്കൊക്കെ എത്തുന്ന സമയത്തായിരിക്കാം. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇപ്പോൾ വരച്ച ഏരിയനെ 1 അവറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ 4 അവറിൽ വരച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയനെ വീണ്ടും വരയ്ക്കുന്നില്ല. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് 1 അവറിൽ ഒരു ഇംബാലൻസ് ഇവിടെ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം. അപ്പോൾ ഇത്രയാണ് 1 അവറിൽ വരയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് ചെയ്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തവണയും മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. നല്ല സ്ട്രോങ് റെസിസ്റ്റൻസിലേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഇതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ടെമ്പററി കാണുന്നുണ്ട്. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല, എന്നിരുന്നാലും അത്യാവശ്യം സാധ്യത ഉള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെ ഒരുപക്ഷെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാതെ ഒരു ഇത് കിട്ടാവുന്നതാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെ ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് വെക്കാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഇതാണ്. പിന്നെ അതിന്റെ മുകളിലേക്ക് നല്ലൊരു ക്യാൻഡിൽ വെച്ച് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിന്റെ മുകളിലോട്ട് നോക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ബൈ വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നല്ലൊരു റിജക്ഷൻ വരികയാണ്, നല്ലൊരു ബുള്ളിഷ് റിജക്ഷൻ വരികയാണ്. ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം, സെക്കൻഡ് ടാർഗറ്റ് ഇവിടേക്കൊക്കെ വെക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു എൻട്രി പറയുന്നത്. ഇനി വീണ്ടും സാധ്യതകളുണ്ട്. സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. താഴോട്ടേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, അതിന്റെ താഴെ വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയ, അതായത് ലാസ്റ്റ് വരച്ചിരിക്കുന്ന ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെ കുറച്ചു കാലം മാർക്കറ്റ് ഒന്ന് സെല്ലിംഗ് പ്രഷറിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ, ഇത്രയാണ് ഗോൾഡിന്റെ ഇന്നത്തെ അനാലിസിസ്. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് അത്യാവശ്യം ഒരു ബുള്ളിഷ് മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് 1 ഡേ ചാർട്ടിലാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഡേ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കേണ്ടത്. എനിവേ, 1 ഡേ ചാർട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകാനുള്ള ശ്രമം കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 2 ഏരിയാസ് വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു സപ്പോർട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ സപ്പോർട്ട്. അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി നല്ല സ്ട്രോങ് ആയിട്ട് ആ സപ്പോർട്ടിൽ തന്നെ വീണ്ടും ഇറങ്ങി ഒരു നല്ലൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു നല്ല ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നത്. അതും വന്നു നിൽക്കുന്ന നല്ല റെസിസ്റ്റൻസ് ഏരിയയിലാണ്. നോക്കിയാൽ കാണാം, ഇവിടെയും പലതവണ മാർക്കറ്റ് വന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ടൈറ്റ് റേഞ്ചിലാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. എനിവേ, നമുക്ക് ഫോർവേഡിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരിക്കും. നോക്കിയാൽ കാണാം, ഇവിടെയും മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് കറന്റ് നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് തൊട്ടടുത്ത് റെസിസ്റ്റൻസും സപ്പോർട്ടും കിട്ടുന്നത്. അതൊരു പക്ഷെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആക്കാം. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും പോവാം. അതിനു വേണ്ടിയിട്ട് 1 അവറിലേക്ക് പോയി നോക്കാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് നല്ലൊരു ഇംബാലൻസ് ഏരിയയിൽ നിന്നാണ്. അതായത് മാർക്കറ്റ് റിവേഴ്സൽ തരാനുള്ള ഒരു സാധ്യത കാണുന്ന, ഒരു ടെമ്പററി റിവേഴ്സൽ തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, മാർക്കറ്റത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടാം. അതിന്റെ മുകളിൽ എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഈ ഒരു ക്യാൻഡിലും അല്ലെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്, അതിനെ മാർക്ക് ചെയ്തിടാം. 1 അവറിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ 4 അവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, ഏരിയനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നിൽക്കുന്നത്. ഏറെക്കുറെ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസിനെ എടുത്ത് ഒന്ന് മുകളിൽ നിന്നിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത്തിരി ഹൈ റിസ്ക് എൻട്രി ആണ് അത്. എന്നിരുന്നാലും നല്ലൊരു സാധ്യത കൂടിയുള്ള എൻട്രി ആണ്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലൈൻ വരെ നമുക്ക് ടാർഗറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്.
അതും വരെ നമുക്ക് കിട്ടാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് 15 മിനിറ്റ്സിന്റെ സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ബ്രേക്ക് ചെയ്യാതെ നല്ലൊരു ക്യാൻഡിൽ മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും സൂക്ഷിക്കേണ്ടതാണ്, ഇംബാലൻസ് ആണ്, അവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ എനിവേ ഇംബാലൻസിൽ നിന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുക. ഇനി മറ്റൊരു ബൈ എൻട്രിക്കുള്ള ചാൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു ബൈ എൻട്രി കിട്ടാം. അങ്ങനെ ഒരു ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ ഇവിടേക്കാണ് എങ്കിൽ മാക്സിമം വീണ്ടും തിരിച്ച് റീടെസ്റ്റ് ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റിന്റെ ബുള്ളിഷ് മോഡ് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കണം. അതായത് നല്ലൊരു പാറ്റേണോ അല്ലെങ്കിൽ നല്ല ക്യാൻഡിൽ സ്റ്റിക്സോ കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ബൈ എൻട്രി സെൽ എൻട്രി ഇന്ന് US ഓയിലുള്ളത്. എനിവേ ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് എടുക്കുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിന്റെ വാട്സപ്പ് ചാനലുണ്ട്, അതിലും കയറി ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.